കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കള് 50 വയസ്സായിട്ടും 40 വയസ്സായിട്ടും 30 വയസ്സായിട്ടും വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടെ കണ്ണുനീര് അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ അവരെ ഏറ്റെടുക്കണം. മക്കളില്ലാത്തവർ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് ദൈവത്തിന് വേണ്ടി കൊടുത്തേക്കാം, എനിക്കൊന്ന് പ്രസവിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും മാനസഹജമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. അമ്മേ, അവരൊന്നും കണ്ണുനീരോടെ അവരെ വെറും കൈയോടെ വിടരുത്. അമ്മേ, അവരെ സ്പർശിക്കണം. എത്രയോ മക്കൾക്ക് അമ്മ ദാനം നൽകിയതാണ്. വീടില്ലാത്തവർ, കിടക്കാൻ ഇടമില്ലാത്തവർ, കയറ്റി കിടക്കാൻ ആളില്ലാത്തവർ, ബന്ധുക്കളില്ലാത്ത, സ്വന്തമില്ലാത്തവർ, ദൈവമേ എല്ലാം ഞങ്ങളെയും കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് വേദനപ്പെടുന്ന പ്രാർത്ഥിക്കുന്നവരുടെ മേലെ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഓരോ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഓരോ പരീക്ഷാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ പരീക്ഷിക്കുന്നവരുണ്ട്, ഓരോ നല്ല കാര്യങ്ങൾ കണ്ണുനീരിനെ പ്രതീക്ഷിക്കുന്ന ആ ഒറ്റ ആശ്രയത്തിൽ മാത്രം അവർ അവലംബം വെച്ച് നിൽക്കുകയാണ്. അമ്മേ അവരെ ഇച്ഛാഭംഗത്തോടെ വേദനിക്കാൻ അനുവദിക്കരുത്, പിന്തിരെ അനുവദിക്കരുത്. അവർക്ക് വേറെ ആരുമില്ല, മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനെയുള്ളവർ അവസാനത്തെ അവസ്ഥയിൽ കർത്താവ് വിഷമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം കൃപാസനം ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യേശു നാമത്തിൽ നിന്റെ കണ്ണുനീരുകൾ, നിന്റെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ നാമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, മക്കളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, മക്കളുടെ അന്യ വ്യക്തികളെ പ്രണയിക്കുന്ന മൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരിതങ്ങൾ, കുടുംബം നേടിയെടുത്ത് ആശിച്ചതെല്ലാം തകർന്നുകൊണ്ട് മക്കൾ തകർത്ത് കളയുന്ന മക്കൾ, അവരോർത്ത് ചങ്ക് പൊടിയുന്ന മാതാപിതാക്കന്മാർക്ക് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഉത്തരം നൽകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവേ, വിസ ലഭിക്കാത്തവരും ലഭിച്ച വിസ പുതുക്കി കിട്ടാതെ വേദനിക്കുന്നവരും, വീടും സ്ഥലവും പണയം വെച്ച് പോയിട്ട് അവർക്ക് അവസാനം ഓരോരുത്തരും എത്താതെ തിരികെ പോരാൻ പോകുമ്പോൾ, നാട്ടിൽ വന്ന കടം കയറി മുടിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്കലാക്കപ്പെടുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്ക് തുണയാകുകയും നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപാസ്ഥാനത്താറെ സാക്ഷിയായി ദൈവം നിങ്ങൾ ഉയർത്തുകയും ചെയ്യട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജീവിത പരാജയം, തൊഴിൽ പരാജയം, കാർഷിക വൃത്തി, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ, എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എന്തിനെല്ലാം വേണ്ടി വൃഷണത്തിൽ ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇംഗ്ലീഷ് അക്ഷരം കെ എന്ന് മാത്രം കാണിക്കുന്നു. എനിക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ ഒന്നും അറിയത്തില്ല. പക്ഷേ കെ എന്ന പേരിൽ തുടങ്ങുന്ന വ്യക്തികളും കെ എന്ന വിഷയത്തിൽ തൊഴുന്ന മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജോലികൾ, എന്തായാലും ആ മേഖലയിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തടസ്സങ്ങൾ മാറുന്ന. ശ്രുതികട്ടെ ഹല്ലേലൂയ. വെള്ളപ്പൊക്കിൻ്റെ അസുഖം, ഡിസ്ചാർജിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിസ്ചാർജിൻ്റെ അസുഖങ്ങൾ, ഓരോരോ ശരീരത്തിൻ്റെ യന്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജുകൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്ന. ശ്രുതികട്ടെ ഹല്ലേലൂയ.
സദയം തുടരെ സുഖമായി ഇടത് കൈപ്പടത്തെ കർത്താവ് കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം മെസ്സേജ് വരുന്നു. പക്ഷേ ഇപ്പോഴൊരു സിസ്റ്റുള്ള വ്യക്തികളെയും കാണിക്കുന്നുണ്ട്. സിസ്റ്റ് ഇടത് കൈപ്പടത്തിൽ സൂക്ഷിച്ചു പോണതോ എന്തോ രോഗമാണെന്ന് അറിയത്തില്ല. ആ കർത്താവിനെ സുഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റുകളുള്ളവർ സിസ്റ്റുള്ള സ്ഥലത്ത് കൈവെക്കണം. ചിലപ്പോൾ തലയിലാകാം, തൊണ്ടയിലാകാം, ഗർഭപാത്രത്തിലാകാം, എവിടെയാണോ കുടലിലാകാം, എവിടെയാണോ സിസ്റ്റുള്ളത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായ മാരക രോഗങ്ങൾ, തീരവ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമായി സദയം തുടരെ സുഖമായി. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉള്ളുരുകി മൗനമായി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നത്? നിങ്ങൾ വന്നതല്ല, കർത്താവ് നിങ്ങളെ വരുത്തിയതാണ്. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് മൗനമായി ഉള്ളുരുകി പ്രാർത്ഥിക്കുക. അതായത് മധ്യസ്ഥ ഈശോയോട് പ്രാർത്ഥിക്കുക. നമുക്ക് സമാപന ആശീർവാദം എടുക്കാം. മുട്ടേ നിൽക്കുക. ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പേര് ടെസ്സി. ഞാൻ USA-യിൽ നിന്ന് വരുന്നു. ഹ്യൂസ്റ്റൺ, ടെക്സസ്, സെൻറ്റ് ജോസഫ് സീറോ മലബാർ ഇടവക അംഗമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഭാഗ്യം തന്നതിന് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനിലാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. മൂത്ത മകൾ മേഘയാണ്, രണ്ടാമത്തേത് റേച്ചൽ. മേഘ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവളുടെ സെക്കൻഡ് ഇയർ സ്കൂൾ തൊട്ട് പെട്ടെന്ന് അവൾക്ക് ഒരു ഡിപ്രഷൻ പോലെ വന്നിട്ട് അവളുടെ പഠനത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞങ്ങളെ അത് വളരെ വല്ലാതെ തളർത്തി. കാരണം അവളെല്ലാത്തിലും ഓൾറൗണ്ടറായ ഒരു കുട്ടിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പല ഓൺലൈൻ ധ്യാനങ്ങളും റിട്രീറ്റ്സും എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എന്നാലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഓൺലൈൻ ടോക്സൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമായിരുന്നു. അതിനൊന്നും ഞാൻ ഒത്തിരി അറ്റൻഷൻ കൊടുത്തിരുന്നില്ല. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കൊരു കൃപാസനം പത്രം തരികയും കൃപാസനത്തിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് പറയുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് അപ്പം എൻ്റെ ഇമെയിലിൽ ഞാനത് ചെയ്തപ്പം അത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ മോള് റേച്ചലാണ് എടുത്തു തന്നത്. അപ്പം ആ ഓൺലൈൻ അവളുടെ ഇമെയിലിലാണ് എടുത്തത്. അന്ന് തന്നെ അവൾക്ക് ഡ്രൈവിങ്ങിന് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതാണ് റേച്ചലിന് കിട്ടിയ അനുഭവം. അവളുടെ ഇമെയിൽ ID ഉപയോഗിച്ചു എന്നത് മാത്രമാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് തന്നെ ശേഷം മേഘയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി. പക്ഷേ പഠനത്തിന് അവൾ പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അതുകൊണ്ട് അവളുടെ മേജർ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അവൾ ബയോകെമിസ്ട്രി മേജറായിരുന്നു. അത് ചേഞ്ച് ചെയ്ത് നേഴ്സിങ്ങിലേക്കാക്കി. അത് ഞങ്ങളെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവൾ മെഡിസിനൊക്കെ പോകാനിരുന്ന കുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടം അതാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അവളെ നേഴ്സിങ്ങിന് ചേർത്തു. ത്രൂ ഔട്ട് ദി നേഴ്സിംഗ് സ്കൂളിൽ ഒത്തിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഈ ഡിസംബറിൽ 18-ാം തീയതി ഗ്രാജുവേറ്റ് ചെയ്തു. അതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ വെക്കേഷന് വന്നത്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി ഉണ്ടായി. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് 2022 ഒക്ടോബറിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. പിന്നെ ഹ്യൂസ്റ്റണിൽ അച്ഛൻ വന്നപ്പോൾ അവിടെയും ഉടമ്പടി എടുത്തു. അച്ഛന് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം അമ്മ തന്നു. പിന്നീട് രോഗസൗഖ്യം പറയുവാണെങ്കിൽ എനിക്ക് സിവിയർ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം എമർജൻസി ആയിട്ട് എൻ്റെ ഹീമോഗ്ലോബിനൊക്കെ താഴ്ന്ന് 5.6 ആയി. അപ്പം എമർജൻസി ആയിട്ട് ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്ക് സർജറിക്ക് പോകാൻ നേരത്ത് കാശ് രൂപം കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കൊന്തയിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്നതുകൊണ്ട് അതിൽ ഒരു മെറ്റൽ പീസ് ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കത്തില്ലായിരുന്നു, അവർ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാനൊരു നേഴ്സ് പ്രാക്ടീഷണറാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു ഇൻസൾട്ട് അല്ലേ, ഈ ഒരു കാശ് രൂപമൊക്കെ സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട്. പക്ഷേ ഞാൻ ഓർത്തു ഇല്ല, ഐ വിൽ ടേക്ക് ദാറ്റ് ഇൻസൾട്ട്.
ഞാൻ ചോദിച്ചു, എനിക്കിത് പ്രഷ്യസ് ആണ്, എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ അത് കൊണ്ടുപോകണം എന്ന് ഞാൻ വളരെ ശാഠ്യം പിടിച്ചു. അപ്പം ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നീട് ഒരു മേരി എന്നുള്ള ഒരു നേഴ്സ് തന്നെ വന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാൻ നിനക്ക് ഇത് ഇൻസുലേറ്റ് ചെയ്ത് തരാം, എന്നിട്ട് നീ എൻ്റെ കൈ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനത് ധൈര്യപൂർവ്വം പിടിച്ച് എൻ്റെ സർജറിക്ക് ഞാൻ കയറി. ഞാൻ തിരിച്ച് സർജറി എല്ലാം കഴിഞ്ഞ് അനസ്തീഷയിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ കാണുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. എനിക്ക് വലിയ റെസ്റ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ഇറ്റ് വാസ് എ മിറക്കുലസ്ലി എനിക്ക് 6 വീക്സ് പെട്ടെന്ന് അത് ഹീലായി. സർജറി ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു. ഒരു വലിയ സർജറി കഴിഞ്ഞതിൻ്റെതായ ഒരു ക്ഷീണമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ് ഡേ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാനൊക്കെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. പിന്നീടുണ്ടായ ഒരു രോഗസൗഖ്യം, എനിക്ക് പെട്ടെന്ന് ഒരു യൂറിനറി സ്റ്റോൺ വന്നു. അന്നേരം അവർ CT സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ CT സ്കാൻ ചെയ്തപ്പം എനിക്ക് എൻ്റെ അഡ്രീനൽ ഗ്ലാൻഡിൽ ഒരു അഡിനോമ കണ്ടു. ഇറ്റ്സ് ലൈക്ക് 4.5 സെൻറ്റിമീറ്റർ. അത് ഒരു ക്വൈറ്റ് ബിഗ് സൈസാണ്. 4.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു വലിയ സൈസ് അഡിനോമയാണ്. അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കാണിക്കണം, ഇറ്റ് കുഡ് ബി മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു. ബീയിങ് എ പ്രാക്ടീഷണർ, അപ്പം എനിക്ക് എൻ്റെ ബ്ലഡ് പ്രഷറും ഒക്കെ ഇച്ചിരി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ട്യൂമർ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നതെന്നൊക്കെ എനിക്കും ഒരു ഡൗട്ട് തോന്നി. നമ്മൾ ഇച്ചിരി അറിയാവുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എക്സാജറേറ്റ് ആയിട്ട് ചിന്തിക്കുമല്ലോ. അപ്പം ഞാൻ ആകെപ്പാടെ അങ്ങ് സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു, ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പം ഒരു MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRIക്ക് വേണ്ടിയിട്ട് 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിപ്പീറ്റഡ് MRIയിൽ അത് അഡിനോമ ഗ്രോ ചെയ്യുന്നില്ല. ഇറ്റ്സ് സ്റ്റിൽ അറ്റ് 4.5 സെൻറ്റിമീറ്റർ. യൂറോളജിസ്റ്റ് പറഞ്ഞു അതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഇറ്റ്സ് എ ബിനൈൻ ട്യൂമർ, യു ഡോണ്ട് ഹാവ് ടു ഡു എനി സർജറി. ഈ ഹോർമോണൽ സ്റ്റഡീസും എല്ലാം നോർമലായിരുന്നു. സോ ദൈവകൃപ കൊണ്ട് അത് എനിക്ക് ഒരു ഹീലിംഗ് ആയി കിട്ടി. പിന്നെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളൊരു ആവറേജ് ക്രിസ്ത്യൻസാണ്. ആയിരുന്നു ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയുള്ളായിരുന്നു. ഇപ്പം ഈ പ്രത്യേകിച്ചും വിജയകുമാർ സാറിൻ്റെ ഈ ടോക്സൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വിജയകുമാർ സാർ എപ്പോഴും ഈ കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എടുക്കുന്ന ഓരോ എഫേർട്ടിനെ കുറിച്ചും ഓർത്തപ്പോൾ ഞാനും ഓർത്തു, ദൈവമേ, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ഒട്ടും ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലല്ലോ, കുർബാനയ്ക്ക് പോകാനായിട്ട് ഒട്ടും ഒരു സ്ട്രഗിളും ഞാൻ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അതൊരു വലിയൊരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കുക. എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. അത് അമ്മയുടെ ഈശോയുടെയും കരുണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഒരു മെറിറ്റല്ല. പിന്നെ ബൈബിളും ഞാൻ അങ്ങനെയൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തത് ശേഷം ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാനുള്ള കൃപ നൽകി. 30 മിനിറ്റ്സ് ഒന്നും ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ്സ് വായിച്ചിട്ടില്ല. എന്നാലും ഹോൾ ബൈബിൾ വായിക്കാനായിട്ട് ദൈവം കരുണ തന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ബൈബിളൊന്നും വായിക്കുന്നതോ ബൈബിളെ തൊടുന്നതോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് എന്നും ഒരു 5-10 മിനിറ്റെങ്കിലും പുള്ളി ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ഫുള്ള് കൊന്ത ചെല്ലുന്നതും ഞങ്ങളുടെ വീട്ടിൽ റെയറായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൊന്ത ചെല്ലാനും എല്ലാം ഉള്ള കൃപ ദൈവം തന്നു. പിന്നെ മോൾക്ക് കിട്ടിയ അനുഗ്രഹം മോൾ തന്നെ പറയും. My name is Meka. I come from Houston, Texas. I had taken the Ordinbody back in October of 2024 when Father Joseph came to Houston and led a retreat there.
And my testimony is that throughout nursing school, I had a lot of difficulty focusing on my studies, particularly because I was dealing with depression. And in particular, in one course in leadership, I was accused of using AI on one of my essays when I had not, in fact, used AI. And I had a meeting with my professor and the associate dean, and they showed me a report that said that my paper was AI generated. And despite trying to convince them with my search history and screenshots, they still gave me a 0 for that assignment. And that affected my grade and my morale significantly. But trusting in the intercession of Mother Mary, I wrote the next paper for that course, and by the intercession of Mother Mary and the providence of God, that paper did not come back as AI generated, and I got the full marks for that paper. And things were looking pretty good for me up until that point, but then I had to take the final exam for that course. And throughout all my exams in nursing school, I had been using the Kripasanam salt before I take the exams, and in the morning of the exams, I would also put the oil on my forehead. But despite doing all of that, I took the final exam for this course and I failed. And with the combination of the 0 that I got for that paper and the failing exam grade, I was failing the course. But I had one more chance in that class for one more exam. And that exam was the last and final chance that I had. And if I passed that exam, I would pass the course, but if I failed that exam, I would have been kicked out of nursing school. And so I had a very important decision to make. Either I drop the course and retake it, which would cost me 6 months, or I, take that chance and take the exam to see if I would pass. So that day that I had to make that decision, my family and I went to Mass. And afterwards, we came to the decision to take the chance. I took the exam, but even after taking the exam, I felt not very confident. 2 weeks later, the exam results came out, and I passed by 1%. I was within 1% of failing, but I had passed. And I attribute this all to the intercession of Blessed Mother Mary and the providence of God. And if I'm being honest, even though I took Odambadi back in October, I didn't follow it very completely, but still, Mother Mary has worked miracles in my life. And because of that 1% that she gave me, it meant the world to me. So I want to thank Mother Mary and Jesus for their hold on my life. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ സഹായിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രവിതരണം ചെയ്തു, പിന്നെ യൂട്യൂബിലൂടെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും എല്ലാം ചെയ്തു. പിന്നെ അഖണ്ഡ ജപമാല റാലിക്ക് 2 പ്രാവശ്യം ഇവിടെ വരുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം അതിനുവേണ്ടി ലീവിനൊക്കെ ഞാൻ ചോദിക്കുമ്പം ആളുകൾ ചോദിക്കുക, എന്തിനാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നീ വരുന്നതെന്ന് ചോദിച്ചായിരുന്നു. അന്നേരം ഇതുപോലെ റാലിക്കാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ അതിനുവേണ്ടി മാത്രം US നിന്ന് ഇവിടെ വരുന്നത്. അപ്പം എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവരൊക്കെ ചോദിച്ചു, ആർ യു ക്രേസി ഫോർ ദിസ് യു ആർ കമ്മിങ്, യു ആർ സ്പെൻഡിങ് ദിസ് മച്ച് മണി ഫോർ ദാറ്റ്. അങ്ങനെ ചോദിച്ചവർ പിന്നീട് അവർ ഉടമ്പടി എടുക്കുകയും മലയാളികളാണ്, അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ അവിടെയും ഇപ്പം അഖണ്ഡ ജപമാല റാലിയുണ്ട്. ഇപ്രാവശ്യത്തെ റാലിക്ക് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ മഴവില്ലൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഇവിടെ വന്ന് നിൽക്കുവാനും ഈ അൾത്താരയും ഇവിടെയുള്ള ശുശ്രൂഷകരും എത്രയോ പേർക്ക് അവരുടെ ജീവിതത്തെ എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല.
ഈ ക്രൂശ് രൂപം നോക്കിയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ എപ്പോഴും തനിച്ച പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഓഫീസിലിരിക്കുമ്പം ഈ ക്രൂശ് രൂപം എൻ്റെ സ്ക്രീൻ ഐഡിയിൽ ഉണ്ട്. സ്ക്രീൻ സേവറാണ്. അതേ മുത്തിക്കൊണ്ടാണ് ഞാൻ പലപ്പോഴും പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നതും എല്ലാം. ഇത്രയും അനുഗ്രഹം തന്ന് ഇവിടെ നിൽക്കാനും പറ്റിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. താങ്ക് യു.